ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനവും കവീശ്വരവും. സർഗം 61. കുംഭകർണ വൃത്തകഥനം. അങ്ങനെ കുംഭകർണനെ ദൂരത്തുനിന്ന് കണ്ട് കവികള് വളരെ പേടിച്ചു എന്നാണ് പറഞ്ഞത്. തം അദൃശൃംഗപ്രതിമം കിരീടം ധരിച്ച് വലിയൊരു മലമുടിമാരി ശോഭിക്കുന്ന സ്പൃശന്തം ആദിത്യമേവ ആത്മതേജസ, ഉയരം കൊണ്ട് സൂര്യനെ പോലും തൊടും എന്ന് തോന്നിക്കുന്ന വനോകസപ്രേക്ഷ വിവൃദ്ധം അത്ഭുതം, വളരെ വർദ്ധിച്ച് അത്ഭുതാകാരനായ ആ മഹാകായനെ കണ്ട് കവികൾ പേടിച്ചോടാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. വില്ലേന്തി കൊണ്ട് രാമൻ ആരാ പറഞ്ഞാൽ അവരെ യുദ്ധത്തിന് തയ്യാറെന്ന മട്ട് വില്ലേന്തി നിൽക്കുന്ന രാമൻ ആ സമയത്ത് കുംഭകർണനെ കണ്ടു. പണ്ട് ഭൂമി അളന്ന വാമനെ പോലെ വളർന്ന ആകാശം മുട്ടെ നിൽക്കുന്ന ഒരു വലിയ മഴക്കാലമേഘം പോലെ കറുത്ത് ഇരുണ്ട് എന്ന ധാരാളം സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ മഴക്കാലമേഘത്തിന് ധാരാളം ഇരുണ്ടിരിക്കും, പക്ഷെ ഇടയ്ക്ക് ഇടിമിന്നൽ ഉണ്ടാവും. അതാണ് സ്വർണ്ണാഭരണങ്ങൾ ഇടിമിന്നലായിട്ടാണ് ഇവിടെ ഉദാഹരിക്കുന്നത്. അങ്ങനെ മഹാഭീമരാക്ഷസനെ കണ്ട് വാനരസേന തന്നെ ഓടാൻ തുടങ്ങി. ഇത് കണ്ട് വിഭീഷണനോട് ചോദിച്ചു ശ്രീരാമൻ, ഈ മല പോലുള്ള ഇടിമിന്നലോടുകൂടിയ മുകിൽ പോലുള്ള രാക്ഷസൻ ആര്? കൊടിമരം കണക്കെ ഉയർന്ന ഈ പർവ്വതാകാരനെ കണ്ട് വാനരന്മാരൊക്കെ ചിന്നിച്ചേറി ഓടുന്നുണ്ടല്ലോ. ഇത് രാക്ഷസൻ തന്നെയാണോ അതോ അസുരനാണോ? ഇത്ര വലിപ്പമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. മഹാബുദ്ധിമാനായ വിഭീഷണൻ മറുപടി പറയാണ്, പ്രഭോ, ഇദ്ദേഹത്താൽ യുദ്ധത്തിൽ തോൽക്കാത്തവരാരുമില്ല. സാക്ഷാൽ യമൻ പോലും പേടിച്ചോടിയിട്ടുണ്ട്, ദേവേന്ദ്രൻ പേടിച്ചോടിയിട്ടുണ്ട്. വിശ്രവസ്തു മഹർഷിയുടെ പ്രതാപവാനായ പുത്രൻ കുംഭകർണനാണ് ഇത്. യുദ്ധത്തിൽ സകലജാതി ജീവിവർഗത്തെയും ഇദ്ദേഹം വിരട്ടി ഓടിച്ചിട്ടുണ്ട്. ശൂലമേന്തിയ ഇദ്ദേഹത്തെ സാക്ഷാൽ കാലനാണ് എന്നാണ് ദേവന്മാർ പോലും കരുതുന്നത്. മറ്റ് രാക്ഷസന്മാർക്കൊക്കെ ബലം വരം കൊണ്ട് നേടിയതാണ്, പക്ഷെ കുംഭകർണൻ അങ്ങനെയില്ല. ജനിക്കുമ്പോൾ തന്നെ ഇത്രയും ബലം സ്വതയുള്ളതാണ്. ജനിച്ച ഉടനെ തന്നെ വിശപ്പ് കൊണ്ട് ആർത്തി പിടിച്ച് അവിടെ ഉള്ളവരെയും ഓടി നടന്ന ആൾക്കാരെ തിന്നാൻ തുടങ്ങി. ആയിരക്കണക്കിന് ജീവികളെ അങ്ങനെ കൊന്നു തിന്നാൻ തുടങ്ങി. പ്രജകൾ ഇത് കണ്ട് പേടിച്ചു. ആരോടാ പറയണ്ടേ? ശരണം പ്രാപിച്ചത് നേരെ ദേവേന്ദ്രന്റെ അടുത്താണ്. അങ്ങനെ ഭൂമിയിലും സ്വർഗത്തിലുള്ള പ്രജകളൊക്കെ കൂടി വന്ന് ദേവേന്ദ്രനെ ശരണം പ്രാപിച്ചപ്പോൾ വജ്രധാരിയായ ഇന്ദ്രൻ യുദ്ധം ചെയ്യാൻ തുടങ്ങി. കുംഭകർണനായിട്ട് വജ്രം പ്രയോഗിച്ചിട്ടും കുംഭകർണ മരണം ഉണ്ടായില്ല. ഉറക്കം നിലവിളിക്കാച്ചത്. അതോടുകൂടി പ്രജകൾ ഒന്നുകൂടിയും പെരുമുട്ടി. ഇവനെ കൊണ്ടുള്ള ശല്യം കൊണ്ട് ഓടി രക്ഷപ്പെട്ടാണ്. ഇപ്പൊ ഇയാളുടെ നിലവിളി കാരണം ഇവിടുന്ന് ഇരിക്കപ്പുറത്തി അത്ര ഭീകരമായ നിലവിളി, വജ്രം കൊണ്ടുള്ള നിലവിളിച്ച് അങ്ങനെ കുംഭകർണൻ ദേഷ്യത്തോടുകൂടി ആളിക്കത്തുന്ന ദേഷ്യത്തോടെ ഐരാവതത്തിന്റെ ഒരു കൊമ്പ് പിഴുതെടുത്തു. ആ കൊമ്പ് കൊണ്ട് തന്നെ ഇന്ദ്രനെ അടിച്ചു. ഇന്ദ്രന്റെ നെഞ്ഞ് നോക്കി അടിച്ചു. ഇന്ദ്രൻ നെഞ്ഞത്ത് അടിയേറ്റ് അങ്ങനെ വിഷമിക്കുന്നത് കണ്ടപ്പോ ബ്രഹ്മർഷിമാര്, ദേവന്മാര്, അസുരന്മാർ പോലും പേടിച്ച് അവശരായി. എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞ് ബ്രഹ്മസഭയിലെത്തി പരാതി ഉണർത്തി. ഓരോരോ പരാതി പറയാണ്. ഈ ഇന്ദ്രൻ പറഞ്ഞ പരാതി: പ്രജാനാം ഭക്ഷണം ചാപി ദേവാനാം ചാപി ധർഷണം. പ്രജകളെ മുഴുവൻ ഭക്ഷിക്കുക, ദേവന്മാരെ മുഴുവൻ ധിക്കരിക്കുക. ആശ്രമധ്വംസനം ചാപി, ആശ്രമങ്ങളെ നശിപ്പിക്കുക. പരസ്ത്രീഹരണം ഭൃശം, പരസ്ത്രീഹരണം. ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കാരണം ഇതിനെ കൊണ്ട് ഇനി ലോകം മുഴുവൻ ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ ലോകം തന്നെ ശൂന്യമായി ഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് തൻ്റെ തപശക്തി കൊണ്ട് എല്ലാ രാക്ഷസന്മാരെ അവിടെ വിളിച്ചു വരുത്തി. അതില് കുംഭകർണനെ കണ്ടപ്പോൾ ബ്രഹ്മാവ് പോലും ഒന്ന് ഞെട്ടി എന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ നശിപ്പിക്കാനോ പൗലസ്ത്യൻ ഇവന് ജന്മം നൽകിയത്? ബ്രഹ്മാവിന്റെ മകനാണ് പുലസ്ത്യൻ, സപ്തർഷിമാരിൽ പെടും. പുലസ്ത്യന്റെ മകനാണ് വിശ്രവസ്, അതാണ് പൗലസ്ത്യൻ.
പൗലസ്ത്യന് വിശ്വാസ മഹർഷിയും വേണമെങ്കിൽ രാവണനെയൊക്കെ പറയാം. ആ പുലസ്ത്യന്റെ വംശത്തിൽ പെട്ട ആൾക്കാരാണ്. അതാണ് പൗലസ്ത്യൻ ഇവിടെ വിശ്രവസ് ഇവന് ജന്മം നൽകിയത് ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണോ എന്ന് പോലും ബ്രഹ്മാവ് സംശയിക്കുകയാണ്. അത് കാരണം ഇന്നു മുതൽ ഇവൻ മരിച്ചവനെ പോലെ കിടക്കട്ടെ എന്നും ബ്രഹ്മാവ് പറഞ്ഞതും ബ്രഹ്മാവിന്റെ മുമ്പിൽ അങ്ങനെ തളർന്നു വീണു. അപ്പോൾ രാവണൻ വളരെ ആശങ്കയോടുകൂടി ബ്രഹ്മാവിന്റെ അടുത്ത് നിന്ന് തൊഴുത് പറയാണ്, അല്ലേ പിതാമഹ, നാം നട്ടുവളർത്തിയ മാമരം സ്വർണസദൃശമായ ഫലം നൽകുന്ന വേളയിൽ ആരെങ്കിലും മുറിച്ചിടും? നാം തന്നെ ഒരു നല്ല തയ്യൻ കൊണ്ട് നട്ട് വളരെ സൂക്ഷിച്ച് അത് ഫലം നൽകുന്ന വേളയായപ്പോൾ അതിനെ മുറിച്ചിടാൻ ആരെങ്കിലും പുറപ്പെടും? ഫലം സ്വീകരിച്ചിട്ടാ തർക്കമില്ല. അതുപോലെ അങ്ങയുടെ തന്നെ പുത്രന്റെ പൗത്രനല്ലേ ഈ കുംഭകർണൻ, അങ്ങ് ശപിച്ചത് ശരിയായില്ല എന്നാണ് എൻ്റെ പക്ഷം. എന്നാൽ അങ്ങയുടെ ശാപം വിഫലമാകുകയരുത്. എല്ലപ്പോഴും ഉറങ്ങിക്കിടക്കാതെ ഇടയ്ക്കെങ്കിലും ഉണരാൻ അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു ബ്രഹ്മാവ്. അങ്ങനെ 6 മാസം ഉറങ്ങിയ ശേഷം ഒരു നാൾ ഇവൻ ഉണർന്നിരിക്കും. ആ ഒരു ദിവസം ഇവൻ വായും പൊളിച്ച് കണ്ണി കണ്ടതൊക്കെ തിന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞു. ഈ വൃത്താന്തമാണ് വിഭീഷണൻ ശ്രീരാമനോട് പറഞ്ഞു. എന്നിട്ട് വിഭീഷണന്റെയാണ്, പ്രഭു, രാവണ രാജാവ് അങ്ങയിൽ നിന്ന് ഭയന്ന് ഇപ്പോൾ ഇദ്ദേഹത്തെ ഉണർത്തിയിരിക്കുകയാണ്. കുംഭകർണനെ കണ്ട് ഭയപ്പെട്ടിതാ വാനരന്മാരൊക്കെ ഓടി ഒളിക്കുന്നു. അവരോട് ഒരു കാര്യം പറഞ്ഞാൽ മതി, ഇത് ഒരു ജീവിയൊന്നുമല്ല, ഒരു യന്ത്രമാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഓടിയ കവികളൊക്കെ തിരിച്ചെത്തും, യന്ത്രമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനൊരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ് വിഭീഷണൻ. ഇത് കേട്ട ശ്രീരാമൻ സൈന്യാധിപനായ നീലനെ വിളിച്ചു വരുത്തി നിർദ്ദേശം നൽകി. വാനര സൈന്യത്തെയൊക്കെ ഒരു കോണിൽ ഒതുക്കി നിർത്തുക. അതിനു മുമ്പ് ലങ്കയുടെ സകല ദ്വാരങ്ങളും അടയ്ക്കണം. എല്ലാ വാനരന്മാരും മരങ്ങൾ, മാമലകൾ എന്നിവയേന്തി യുദ്ധത്തിന് തയ്യാറായി തന്നെ നിൽക്കട്ടെ. നീലൻ അപ്രകാരം വാനരസേനയെ വിന്യസിച്ചു നിർത്തി. അപ്പോഴേക്കും ഗവാക്ഷൻ, ശരഭൻ, ഹനുമാൻ, അംഗദൻ എന്നീ വാനരവീരന്മാർ മലമുടികളേന്തി 4 കോട്ടവാതിലുകളും അടച്ചു. ശ്രീരാമവാക്യം കേട്ട വാനരർ വീണ്ടെടുത്ത ഉത്സാഹത്തോടെ രാക്ഷസ സേനയ്ക്കെതിരെ ആക്രമണം തുടങ്ങി. മഴക്കാലത്ത് വലിയൊരു മലയുടെ മുകളിൽ ധാരാളം കാർമേഘങ്ങൾ അങ്ങനെ ഇരുണ്ടുകൂടി നിൽക്കും. എന്നിട്ടങ്ങനെ മഴ പെയ്യാൻ തുടങ്ങും. ആ മാതിരി കോട്ടവാതിലുകളൊക്കെ അടച്ച് ഉള്ളിലുള്ള രാക്ഷസേനയ്ക്കെതിരെ ഇവിടുന്ന് മരങ്ങളും മറ്റേ പാറകളൊക്കെ എടുത്ത് എറിയാൻ തുടങ്ങി. രാക്ഷസന്മാരുടെ നേർക്ക് കവികൾ മഴക്കാലത്തുള്ള മേഘങ്ങൾ വർഷിക്കുന്നത് മാതിരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ അവസാനിക്കുന്നത്. ഹത്വാ യുദ്ധേ ദശാസ്യം ത്രിഭുവന വിഷമം വാമഹസ്തേന ചാപം ഭൂമൗ അഷ്ടഭ്യധിഷ്ഠൻ ഇതരകരധൃതം ഭ്രാമയൻ ബാണം ഏകം ആരക്രോപാന്തനേത്ര ശരദളിതവ പൂക്കോടി സൂര്യപ്രകാശ വീരശ്രീ ബന്ധുരാംഗ ത്രിദശപതിനുത പാതുമാം വീരരാമ.